എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ആനുവൽ എക്സാമുമായി ബന്ധപ്പെട്ട ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം മക്കൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നോക്കൂ, ഫസ്റ്റ് ആക്ടിവിറ്റി ഒരെണ്ണം തന്നിരിക്കുന്നത് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ആക്ടിവിറ്റി ഒരു ഡയറി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് വാസ് എ വെരി ഹാപ്പി സമ്മർ വെക്കേഷൻ ഫോർ ടോട്ടോച്ചാൻ ആൻഡ് ഹെർ ഫ്രണ്ട്സ്. എന്താണ് സമ്മർ വെക്കേഷൻ? ടോട്ടോച്ചാൻ്റെയും അവളുടെ ഫ്രണ്ട്സിൻ്റെയും വളരെയധികം ഹാപ്പി ആയിട്ടുള്ളൊരു സമ്മർ വെക്കേഷൻ ആയിരുന്നു. ഷി വുഡ് നെവർ ഫോർഗെറ്റ് ദ എക്സ്പീരിയൻസ് ഓഫ് വിസിറ്റിംഗ് ദ ഹോട്ട് സ്പ്രിങ്. അവൾ ഹോട്ട് സ്പ്രിങ് വിസിറ്റ് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് അവൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഷി തോട്ട് ഓഫ് നോട്ടിങ് ഡൗൺ ഹെർ ഫീലിങ്സ് ഇൻ ഹെർ ഡയറി. ദ ഡയറി എൻട്രി ഓഫ് ടോട്ടോച്ചാൻ അതിനെക്കുറിച്ചുള്ള ആ ദിവസം ഹോട്ട് സ്പ്രിങ് വിസിറ്റ് ചെയ്തതിനെക്കുറിച്ചുള്ള എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞ് എഴുതുന്ന ആ ഫീലിങ്സ് ഒക്കെ പറഞ്ഞ് അവൾ എഴുതുന്ന അവളുടെ ഒരു ഡയറി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഡയറി എഴുതുന്നതെന്ന്. ആ ഡയറി എഴുതുമ്പോൾ ഡേറ്റും ഡേയും ഇയറും മന്തും എഴുതുക. ഓക്കെ, ഇനി എപ്പോഴും നമ്മൾ ഡയറി എഴുതുമ്പോൾ എന്താണ് ഒരു സ്റ്റാർട്ടിങ് തുടങ്ങണം അല്ലേ. ടുഡേ വാസ്, ഇന്നത്തെ കാര്യമാണ് എഴുതുന്നത്. അപ്പോൾ ഇന്നെന്ന് പറയുന്നത് കഴിഞ്ഞു പോയി. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? ടുഡേ വാസ് വൺ ഓഫ് ദ ഹാപ്പിയസ്റ്റ് ഡേ ഓഫ് മൈ സമ്മർ വെക്കേഷൻ. എൻ്റെ സമ്മർ വെക്കേഷനിലെ ഒരു ഹാപ്പിയസ്റ്റ് ഡേ ആയിരുന്നു ഇന്നെന്ന് പറയുന്നത്. മൈ ഫ്രണ്ട് ആൻഡ് ഐ വിസിറ്റഡ് എ ബ്യൂട്ടിഫുൾ ഹോട്ട് സ്പ്രിങ്. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ കൂടി ഒരു ഹോട്ട് സ്പ്രിങ് വിസിറ്റ് ചെയ്യുകയുണ്ടായി, സന്ദർശിക്കുകയുണ്ടായി. ആൻഡ് ഇറ്റ് വാസ് സോ മച്ച് ഫൺ. അവിടെ ഒരുപാട് തമാശകളുണ്ടായിരുന്നു. ഒരുപാട് ഫൺ ഉണ്ടായിരുന്നു. ദ വാം വാട്ടർ ഫെൽറ്റ് ലൈക്ക് എ ബിഗ് ഹഗ് ആൻഡ് വി പ്ലേഡ് ആൻഡ് ലാഫ് ടുഗദർ ഫോർ അവേഴ്സ്. ഞങ്ങൾ ഒരുപാട് സമയം അവിടെ ചിലവഴിച്ചു, കളിച്ചും ചിരിച്ചും ഒക്കെ ഒരുപാട് സമയം ചിലവഴിച്ചു. ഐ ലവ്ഡ് സ്പ്ലാഷിങ് അറൗണ്ട് ആൻഡ് ഫീലിംഗ് ദ സൺഷൈൻ ഓൺ മൈ ഫേസ്. വി ഈവൻ ഹാഡ് എ പിക്നിക് ബൈ ദ വാട്ടർ ആൻഡ് ദ ഫുഡ് ടേസ്റ്റഡ് എക്സ്ട്രാ ഡെലീഷ്യസ്. ഞങ്ങൾ ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്ത് എക്സ്ട്രാ ഡെലീഷ്യസ്, ഒരു പിക്നിക്ക് പോലെ അല്ലേ വാട്ടറിൽ. ഐ വിൽ നെവർ ഫോർഗെറ്റ് ഹൗ ഹാപ്പി വി ഓൾ വെയർ. ഞങ്ങൾ എത്രത്തോളം ഹാപ്പി ആയിരുന്നു എന്ന് ഐ വിൽ നെവർ ഫോർഗെറ്റ്, എനിക്കൊരിക്കലും മറക്കാനായിട്ട് സാധിക്കില്ല. ഐ കാൻ വെയിറ്റ് ടു ടെൽ എവറി വൺ അബൌട്ട് അവർ അഡ്വഞ്ചേഴ്സ് വെൻ ഐ ഗെറ്റ് ബാക്ക് ടു സ്കൂൾ. ദിസ് സമ്മർ ഹാസ് ബീൻ അൺഫോർഗറ്റബിൾ. എനിക്ക് എല്ലാവരോടും പറയാൻ വേണ്ടി ഐ കാൺ വെയിറ്റ് ടു ടെൽ എവറി വൺ അബൌട്ട് ദ അഡ്വഞ്ചർ വെൻ ഐ ഗെറ്റ് ബാക്ക് ടു സ്കൂൾ. സ്കൂളിൽ പോയിട്ട് വേണം എല്ലാവരോടും ഇത് പറയാൻ വേണ്ടിയിട്ട്. ഐ കാൺ വെയിറ്റ്, എനിക്ക് കാത്തിക്കാനായിട്ട് പോലും സാധിക്കുന്നില്ല, അത്രയും ഹാപ്പിയാണ് ഞാൻ എന്നാണ് അവൾ പറഞ്ഞു വയ്ക്കുന്നത്. ദിസ് സമ്മർ ഹാസ് ബീൻ അൺഫോർഗറ്റബിൾ. ഈ സമ്മർ എന്ന് പറയുന്നത് എനിക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവം തന്നതായിരുന്നു എന്ന്. അപ്പോൾ അവിടെ അനുഭവിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവൾ എഴുതുന്നതായിട്ടൊരു ചെറിയ ഡയറി നിങ്ങളുടേതായ ഓൺ ലാംഗ്വേജിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ആക്ടിവിറ്റി 2 നോക്കാം മക്കളെ. നോക്കൂ, ഒരു ലെറ്റർ റൈറ്റിംഗ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഹിയർ ഇസ് എ ലെറ്റർ ജോസഫ് റോട്ട് ടു ഹിസ് ഫാദർ. ജോസഫ് അവൻ്റെ ഫാദറിന് എഴുതുന്ന ഒരു ലെറ്ററാണ്. ഹിസ് ഫാദർ റോട്ട് എ റിപ്ലൈ ടു ഹിം. അവൻ്റെ ഫാദർ ഉണ്ട്, അവന് തിരിച്ച് റിപ്ലൈ എഴുതുകയാണ്. റീഡ് ദ ലെറ്റർ കെയർഫുള്ളി ആൻഡ് ട്രൈ ടു റൈറ്റ് എ റിപ്ലൈ. താഴെ കൊടുത്തിരിക്കുന്നത് ജോസഫ് അവൻ്റെ ഫാദറിന് എഴുതിയ ലെറ്ററാണ്. ഇനി തിരിച്ച് ഫാദർ അവൻ എഴുതുന്ന റിപ്ലൈ ആയിട്ടാണ് നിങ്ങൾ ഈ ലെറ്റർ എഴുതേണ്ടത്. നമുക്ക് നോക്കാം. മേഴ്സി ഹോം XYZ സ്ട്രേറ്റ് നമ്മൾ സ്ഥലവും ഡേറ്റും ഡേയും ഒക്കെ എഴുതണം. എന്നിട്ട് അവൻ ജോസഫ് ഡാഡിക്ക് എഴുതുകയാണ് അല്ലേ. ഡിയർ ഡാഡ്, ഹോപ്പ് യു ആർ ഫൈൻ വേർ യു ആർ. ഇറ്റ്സ് ലോങ് ടൈം സിൻസ് വി വെയർ ടുഗദർ. ഐ മിസ് യു എ ലോട്ട് ഡാഡ്. I remember a rainy day when we walked under a big yellow umbrella. As the raindrops fell around us, I felt safe and warm with you by my side. പറയണേ, ഹോപ്പ് യു ആർ ഫൈൻ. അച്ഛന് സുഖമാണെന്ന് അവൻ പ്രതീക്ഷിക്കുന്നു. വേർ യു ആർ, നീ എവിടെയാണ്. ഇറ്റ്സ് എ ലോങ് ടൈം സിൻസ് വി വെയർ ടു. നമ്മൾ ഒരുപാട് നാളായി എന്ത് ചെയ്തിട്ട് ഒരുമിച്ച് കണ്ടുമുട്ടിയിട്ടില്ലേ, കണ്ടിട്ട് ഒരുപാട് നാളായി. ഐ മിസ് യു ലോട്ട്, എനിക്ക് ഡാഡീനെ മിസ് ചെയ്യുന്നുണ്ട്. ഐ റിമെമ്പർ എ റെയിനി ഡേ വെൻ വി വോക്ക്ഡ് അണ്ടർ എ ബിഗ് യെല്ലോ അംബ്രല്ല. ഞാൻ ഓർക്കുന്നു ഒരു മഴയുള്ള ദിവസം നമ്മൾ ഒരുമിച്ച് ഒരു ബിഗ് യെല്ലോ അംബ്രല്ലയുടെ കൂടിൽ വന്ന കാര്യമൊക്കെ ഞാൻ ഓർക്കുന്നു. ആസ് ദ റെയിൻ ഡ്രോപ്സ് ഫെൽ അറൗണ്ട് അസ് I felt safe and warm with you by my side. The umbrella was symbol of your love and protection. ആ അംബ്രല്ല എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ പ്രൊട്ടക്ഷൻ്റെയും നിങ്ങളുടെ സ്നേഹത്തിൻ്റെ, അച്ഛൻ്റെ സ്നേഹത്തിൻ്റെയും പ്രൊട്ടക്ഷൻ്റെയും ഒരു സിമ്പിൾ, ഒരു അടയാളമായിരുന്നു. ഐ ഓഫ്റ്റൻ ഫൈൻഡ് മൈ സെൽഫ് ഇമാജിനിങ് ദോസ് മൊമെൻറ്റ്സ് അഗെയിൻ, വിഷിങ് ഐ കുഡ് റിലീവ് ദം ആൻഡ് ഫീൽ ദ സെൻസ് ഓഫ് കംഫർട്ട് വൺസ് മോർ. ലൈഫ് ഹിയർ അറ്റ് എ മേഴ്സി ഹോം ഹാസ് ഇറ്റ് അപ്സ് ആൻഡ് ഡൗൺസ്, ബട്ട് ഐ ഹോൾഡ് ഓൺ ടു ദ മെമ്മറീസ് യു ഗിവ് മീ.
എന്താണ് പറയുന്നത്, ജീവിതത്തിൽ എന്താണ് ഉയർച്ചയും താഴ്ചയൊക്കെ ഉണ്ടാകും. പക്ഷെ ബട്ട് ഐ ഹോൾഡ് ഓൺ ടു മെമ്മറീസ് യു ഗിവ് മി, നീ എനിക്ക് നൽകിയ ഓർമ്മകളൊക്കെ ഞാൻ എപ്പോഴും ഹോൾഡ് ചെയ്ത് വെക്കും. ഐ ക്യാരി ദ ഹോപ്പ് ദാറ്റ് വൺ ഡേ വി വിൽ ബി റീയൂണൈറ്റഡ്, ഞാൻ എന്താ പ്രതീക്ഷിക്കുന്ന, ഒരിക്കലും നമ്മൾ റീയൂണൈറ്റ് ചെയ്യും. പെർഹാപ്സ് അണ്ടർ അനദർ യെല്ലോ അംബ്രല്ല, വേറൊരു യെല്ലോ അംബ്രല്ലയുടെ കീഴിൽ നമ്മൾ. ഐ വിൽ കീപ് മേക്കിംഗ് യു പ്രൗഡ് വിത്ത് ഓൾ മൈ ലവ് ജോസഫ്. അപ്പോൾ ഡാഡിക്ക് ജോസഫ് എഴുതിയ ഒരു ലെറ്ററാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അതിന് മറുപടിയായിട്ട് അച്ഛൻ എന്തായിരിക്കും എഴുതേണ്ടത്? അച്ഛനും എന്താണ് ഫ്രമും ടു ഒക്കെ എഴുതി, ഡേറ്റും ഡേ ഒക്കെ എഴുതിയിട്ട് എന്താണ് ഡിയർ ജോസഫ്, ജോസഫിന് റിട്ടേൺ. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഐ ഹോപ്പ് ദിസ് ലെറ്റർ ഫൈൻഡ് യു വെൽ മൈ ഡിയർ സൺ, റീഡിങ് യുവർ ഹെഡ്ഫെൽ വേർഡ്സ് ബ്രോഡ് ടിയേഴ്സ് ടു മൈ ഐസ്. എന്താ പറയുന്നത്? മോൻ എഴുതിയ കത്തച്ഛൻ എന്താണ് വായിച്ചില്ലേ? അച്ഛൻ വായിച്ചിട്ട് എന്താ പറയണേ? അവൻ്റെ ആ ഹാർട്ട് ഫെൽറ്റ് ആയിട്ടുള്ള വാക്കുകൾ കേട്ടിട്ട് അച്ഛൻ എന്ത് ചെയ്തു? കണ്ണിൽ നിന്ന് കണ്ണീര് വന്നു എന്നാണ് പറയുന്നത്. ഇറ്റ് ഹാസ് ബീൻ ലോങ് സിൻസ് വി വെയർ ടുഗദർ ആൻഡ് ഐ തിങ്ക് അബൌട്ട് യു എവറി സിംഗിൾ ഡേ. യു മെമ്മറീസ് ഓഫ് ദാറ്റ് റെയിനി ഡേ അണ്ടർ ദ യെല്ലോ അംബ്രല്ല റിമൈൻഡ് മീ ഓഫ് വാട്ട് വി ഷെയർഡ്. ഐ വാണ്ട് യു ടു നോ ദാറ്റ് ദ ഡിസിഷൻ ഐ മേഡ് ടു ലീവ് യു at Mercy Home was the hardest thing I have ever done. അച്ഛൻ എന്താണ് അങ്ങനെ ഒരു ഡിസിഷൻ, അവനെ മേഴ്സി ഹോമിലാക്കേണ്ടി വന്നത് അച്ഛൻ്റെ ഒരു അവസ്ഥ മൂലമാണല്ലേ. അപ്പോൾ അതൊരു ശരിക്കും ഒരു അച്ഛനൊരു ഹാർഡസ്റ്റ് ആയിട്ടുള്ള, അതായത് അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടായിട്ട് ചേർത്തതല്ല, അദ്ദേഹത്തിൻ്റെ സാഹചര്യം കൊണ്ട് അവനവിടെ ആക്കിയിട്ട് വന്നതാണ്. പക്ഷെ അച്ഛൻ എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? ഓരോ ദിവസവും അവനെക്കുറിച്ച് ആലോചിക്കാറ് ഉണ്ട് എന്നൊക്കെ അച്ഛൻ പറയുകയാണ് അല്ലേ. Though my heart aches to be away from you, I take comfort knowing you are in safe place where you can grow and thrive. നീ സേഫ് പ്ലേസിലാണെന്ന് തന്നെയാണ് ഞാൻ നിന്നെ സേഫ് പ്ലേസിലാക്കി എന്ന് തന്നെയാണ് അച്ഛൻ എന്ത് ചെയ്യുന്നത് വിചാരിക്കുന്നത് അല്ലേ. സ്റ്റേ സ്ട്രോങ് ജോസഫ്, കീപ് ചേസിങ് യുവർ ഡ്രീംസ് ആൻഡ് നോ ദ ഐ ബിലീവ് ഇൻ യു. നീ സ്ട്രോങ് ആയിട്ടിരിക്കുക ജോസഫ്, നീ നിൻ്റെ എന്താണ് ഡ്രീം സ്വപ്നങ്ങൾക്ക് പിറകെ സഞ്ചരിക്കാനൊക്കെ ആയിട്ട് അച്ഛൻ പറയണം. അച്ഛന് നിന്നിൽ വിശ്വാസമുണ്ട്, നീ ഉയർന്ന നിലയിൽ എത്തുമെന്ന് തന്നെ അച്ഛൻ പറയണം. വിത്ത് ഓൾ മൈ ലവ് ഡാഡ്. അപ്പോൾ ജോസഫ് അച്ഛനും ഡാഡിക്ക് ഒരു ലെറ്റർ എഴുതി, ഡാഡി തിരിച്ച് ജോസഫിന് എഴുതാനാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു. ഒന്ന് നമ്മൾ എന്താണ് എഴുതിയത്? ഡയറി എഴുതി അല്ലേ. ടോട്ടോച്ചാൻ അവളുടെ ഫീലിങ്സ്, അവളുടെ ഹോട്ട് സ്പ്രിങ് വിസിറ്റ് ചെയ്തതിനെ കുറിച്ചുള്ള ഫീലിങ്സൊക്കെ പറഞ്ഞുകൊണ്ടുണ്ടാവുന്ന ഡയറി എഴുതി. അടുത്ത് നമ്മൾ എന്താണ് ജോസഫിന് അവൻ്റെ ഡാഡി തിരിച്ചെഴുതുന്ന ഒരു ലെറ്റർ എഴുതാനാണ് പറഞ്ഞത്. ഇനി 3ാമത്തെ ആക്ടിവിറ്റി നമുക്ക് നോക്കാം. റീഡിങ് കോംപ്രഹെൻഷൻ. താഴെ ഒരു കോംപ്രഹെൻഷൻ ഒരു പോയം തന്നിട്ടുണ്ട്. റീഡ് ദ പോയം ഗിവൺ ആൻഡ് സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസേഴ്സ്. ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് ഉത്തരങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പോയം വായിച്ചു നോക്കാം. ഇൻ ദ ക്വയറ്റ് woods where the tall trees sway, the whispering wind holds the secrets of the day. It dances with the leaves, a soft gentle friend, bringing tales from afar, where the journeys never end, like a painter's brush. It curses the sky, swirling clouds of white drifting slowly by. A melody it hums with every rustling tree, nature's soothing song, wild and forever free. When the sun starts to set, casting gold on the ground, the wind carries the whispers, a subtle swaying sound. It tells of dreams and wishes in the twilight's gentle light, a symphony of wonder as day turns into night. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ റൈം സ്കീം ഓഫ് ദ ഫസ്റ്റ് സ്റ്റാൻഡേർഡ്? ഈ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ കാണുന്ന റൈമിങ് സ്കീം ഏതാണെന്നാണ് ചോദിച്ചത്. റൈം സ്കീം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എടുക്കുക, നോക്കൂ, കണ്ടോ ലാസ്റ്റ് എഴുതിയാണ് സ്വേ എന്ന ഡേ അല്ലേ. ഫസ്റ്റ് 2 ലൈൻസിലാണ് ഒരുപോലെ വന്നിരിക്കുന്നത്. ഫസ്റ്റ് 2 ലൈനിലും ഒരുപോലെ വന്നാൽ എ, ഫ്രണ്ട്, എൻഡ്, ഇത് രണ്ടും ബി ബി. ഫസ്റ്റ് 2 ലൈൻസ് ഒരുപോലെയും സെക്കൻഡ് 2 റൈമിങ് വേർഡ്സ് വേറെയും വന്നാൽ നമ്മൾ എങ്ങനെയാണ് പറയുക? എ എ ബി ബി എന്നാണ് പറയുക. ഫസ്റ്റ് 2 ലൈൻസിലെ സെയിമും പിന്നെ 2 ലൈൻസിലെ സെയിമും വന്നാൽ എ എ ബി ബി. അടുത്ത
ലൈനിൽ വന്നാൽ ബി ബി എന്നും ആണ് എഴുതേണ്ടത്. അപ്പോൾ അതിൻ്റെ റൈം സ്കീം എന്ന് പറയുന്നത് ഏതാണ്? എ എ ബി ബി ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇൻ ദ പോയം ഹൗ ഈസ് ദ വിൻഡ് ഡിസ്ക്രൈബ്ഡ്? ഇവിടെ വിൻഡിനെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്? വിൻഡിനെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ലൈക്ക് എ പെയിൻറ്റേഴ്സ് ബ്രഷ് ഇറ്റ് കേഴ്സസ് ദ സ്കൈ എന്താണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്? പെയിൻറ്റേഴ്സ് ബ്രഷ് എന്നാണ് വിൻഡിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് എ പെയിൻറ്റേഴ്സ് ബ്രഷ് എന്നാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ വേർഡ് കേഴ്സസ് മോസ്റ്റ് ക്ലോസ്ലി മീൻ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ പോയം? കേഴ്സസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതിനകത്ത് കേഴ്സസ് ഉദ്ദേശിക്കുന്നത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇതിനകത്ത്? ടച്ചസ് ജെന്റ്ലി. എന്താണ്? ടച്ചസ് ജെന്റ്ലി. അപ്പോൾ കേഴ്സസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടച്ചസ് ജെന്റ്ലി എന്നാണ് അല്ലേ, പതുക്കെ തൊട്ടു എന്നാണ്. വാട്ട് ഈസ് ദ മെയിൻ തീം ഓഫ് ദി പോയം? ഈ പോയത്തിൻ്റെ മെയിൻ തീം, ആശയം എന്താണ്? നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ, വിൻഡിനെ കുറിച്ചും സ്കൈനെ കുറിച്ചൊക്കെയാണ് ഇതിൽ പറയുന്നത് അല്ലേ. അപ്പോൾ ഇതെന്തായിരിക്കും? ദ ബ്യൂട്ടി ഓഫ് നേച്ചർ ആയിരിക്കും. ദ ബ്യൂട്ടി ഓഫ് നേച്ചർ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഇമേജ് ഇസ് ക്രിയേറ്റഡ് ബൈ ദ ലൈൻ വെൻ ദ സൺ സ്റ്റാർട്ട് ടു സെറ്റ് കാസ്റ്റിംഗ് ഗോൾഡ് ഓൺ ദ ഗ്രൗണ്ട്? നമുക്ക് ഈ ലൈൻ വായിക്കുന്നതല്ലേ, വെൻ ദ സൺ സ്റ്റാർട്ട് ടു സെറ്റ് കാസ്റ്റിംഗ് ഗോൾഡ് ഓൺ ദ ഗ്രൗണ്ട്. ഇത് വായിക്കുന്നതിലൂടെ, ഈ ലൈൻ വായിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിൽ തെളിയുന്ന ചിത്രം എന്താണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതെന്തായിരിക്കും? എ കളർഫുൾ സൺസെറ്റ് ഉണ്ടാകുന്ന സമയത്താണ് അല്ലേ, വെൻ ദ സൺ സ്റ്റാർട്ട് ടു സെറ്റ് കാസ്റ്റിംഗ് എ ഗോൾഡ് ഓൺ ദ ഗ്രൗണ്ട്. ഗ്രൗണ്ട് മുഴുവൻ എന്താണ്? ഗോൾഡ്. അപ്പോൾ ഗ്രൗണ്ട് മുഴുവൻ ഗോൾഡ് കാസ്റ്റിംഗ് ചെയ്തിരിക്കുന്ന പോലെ അല്ലേ, സ്വർണ്ണം ഒരുക്കി വെച്ചിരിക്കുന്ന പോലെ ഇരിക്കുകയാണ് അല്ലേ. അപ്പോൾ സണ്ണ് വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അപ്പിയറൻസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ കളർഫുൾ സൺസെറ്റിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ആക്ടിവിറ്റി 4 നോക്കൂ, ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇമാജിൻ യു ആർ ദ ന്യൂസ് റിപ്പോർട്ടർ ആൻഡ് യു ഹാവ് ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ടു ടോക്ക് ടു ഹെലൻ കെല്ലേഴ്സ് മദർ, കേറ്റ് കില്ലർ. വാട്ട് എ ക്വസ്റ്റ്യൻ വുഡ് യു ആസ്ക് ഹെർ? റൈറ്റ് 5 ക്വസ്റ്റ്യൻ. ഹെലൻ കെല്ലറിൻ്റെ മദർ കേറ്റ് കില്ലറിനെ നിങ്ങൾ വിസിറ്റ് ചെയ്തൊരു ഇൻ്റർവ്യൂ എടുക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഹെലൻ കെല്ലറിൻ്റെ മദറിനോട് നിങ്ങൾ ചോദിക്കാനിടയുള്ള ഒരു 5 ക്വസ്റ്റ്യൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നിങ്ങളായിരിക്കണം ഇൻ്റർവ്യൂവർ. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ, ഹെലൻ കെല്ലറിൻ്റെ പ്രത്യേകത നമുക്കറിയാം അല്ലേ. ഹെലൻ കെല്ലറിന് എന്തുണ്ടായിരുന്നില്ല? കാഴ്ചശക്തിയും കേൾവിശക്തിയും ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് ഉയർന്നു വന്ന ഒരാളാണ് ആര്? ഹെലൻ കെല്ലർ അല്ലേ. അപ്പോൾ ഹെലൻ കെല്ലറിൻ്റെ മദറാണ് കേറ്റ് കില്ലർ എന്ന് പറയുന്നത്. അപ്പോൾ അവരോട് ചോദിക്കുന്ന ഒരു 5 ക്വസ്റ്റ്യൻസ് എഴുതാനാണ് പറഞ്ഞത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? നിങ്ങൾക്ക് എന്തായാലും ചോദിക്കുക, വാട്ട് വാസ് യുവർ ഫസ്റ്റ് റിയാക്ഷൻ വെൻ യു റിയലൈസ്ഡ് ഹെലൻ കുഡ് നോട്ട് സീ ഓർ ഹിയർ? എന്താണ്? ഹെലന് കണ്ണിന് കാഴ്ചയില്ല അല്ലെങ്കിൽ ചെവിയിൽ കേൾക്കില്ല എന്ന് നിങ്ങൾ ഫസ്റ്റായിട്ട് അറിഞ്ഞപ്പോൾ, റിയലൈസ് ചെയ്തപ്പോൾ നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരുന്നു? അതായിരിക്കില്ലേ നമ്മളെപ്പോഴും ചോദിക്കുക. ഒരാൾക്ക് കണ്ണില്ല അല്ലെങ്കിൽ ചെവി കേൾക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന, അവരുടെ അമ്മയ്ക്ക് അല്ലെങ്കിൽ അച്ഛനുണ്ടാകുന്ന ഫസ്റ്റ് റിയാക്ഷൻ എന്തായിരുന്നു? അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് റിയാക്ഷൻ എന്തായിരുന്നു എന്നാണെന്ന് ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരിക്കണം? ഹൗ ഡിഡ് യു സപ്പോർട്ട് ഹെലൻ ഇൻ ഏർലി ഇയേഴ്സ്? അവളുടെ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ അവളുടെ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ എങ്ങനെയാണ് അവളെ വളരെ ചെറുപ്പകാലത്തൊക്കെ നിങ്ങൾ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്തത്? മൂന്നാമത്തെ, വാട്ട് ചലഞ്ചസ് ഡിഡ് യു ഫേസ് വൈൽ റേസിങ് ഹെലൻ? ഹെലനെ ഉയർത്തിക്കൊണ്ടുവരാൻ നിങ്ങൾ എന്തൊക്കെ ചലഞ്ചസ് ആണ് ഫേസ് ചെയ്തത്? നാലാമത്തെ ഒരു ക്വസ്റ്റ്യൻ എന്താണ്? ക്യാൻ യു ഷെയർ എ മെമ്മറബിൾ മൊമെൻറ്റ് ദറ്റ് ഷോഡ് ഹെലൻസ് ഡിറ്റർമിനേഷൻ? ഹെലൻ്റെ ഡിറ്റർമിനേഷൻ, ദൃഢനിശ്ചയത്തെ കാണിക്കുന്ന എന്തെങ്കിലും ഒരു മൊമെൻറ്റ് നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ ആ മൊമെൻ്റ് ഒന്ന് ഷെയർ ചെയ്യാനാണ് പിന്നെ ചോദിക്കുക. അഞ്ചാമതായിട്ട് നമ്മൾ എന്താ ചോദിക്കുക? ഹൗ ഡിഡ് യു ഫീൽ വെൻ ഹെലൻ സ്റ്റാർട്ടഡ് പേഴ്സിങ് ഹെർ എഡ്യൂക്കേഷൻ ആൻഡ് ബിക്കെയിം സക്സസ്ഫുൾ?
എന്താ ചോദിച്ചിരിക്കുന്നത്? ഹെലൻ എന്ത് ചെയ്തു? അവളുടെ വിദ്യാഭ്യാസമൊക്കെ റീസ്റ്റാർട്ട് ചെയ്തു അല്ലേ? അപ്പം ഹെലൻ എന്താണ് അവളുടെ സ്റ്റഡി അല്ലെങ്കിൽ അവളുടെ എഡ്യൂക്കേഷൻ തുടർന്നപ്പോഴും പിന്നെ അത് സക്സസ്ഫുൾ ആയപ്പോഴും നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത്? അപ്പോൾ പ്രൗഡായിരിക്കും, അവർക്ക് അഭിമാനമായിരിക്കും തോന്നിയിട്ടുണ്ടാവും അല്ലേ? ഹൗ ഡിഡ് യു ഫീൽ? എങ്ങനെയാണ് നിങ്ങൾക്കത് ഫീൽ ചെയ്തത് എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു 5 ചോദ്യം, നിങ്ങൾക്ക് ചോദിക്കാൻ ഇഷ്ടമുള്ളൊരു 5 ചോദ്യം ഹെലൻ കെല്ലറിൻ്റെ അമ്മയോട് ചോദിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി 5 ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ് പറഞ്ഞത്. റൈറ്റ് ദ ക്യാരക്ടർ സ്കെച്ച് ഓഫ് രഞ്ജി യൂസിങ് ദ ഫോളോയിങ് ഹിൻസ്. രഞ്ജിയുടെ താഴെ കുറച്ച് ഹിൻസ് കൊടുത്തിട്ടുണ്ട് രഞ്ജിയെക്കുറിച്ച്. അത് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ക്യാരക്ടർ സ്കെച്ച് ഇതൊക്കെ കൂട്ടിച്ചേർത്ത് ഒരു ക്യാരക്ടർ സ്കെച്ച്, അവൻ്റെ നിരൂപണം, അവൻ്റെ ക്യാരക്ടറിനെ കുറിച്ചുള്ള ഒരു സ്കെച്ച് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, അവൻ എങ്ങനെയുള്ള ആളായിരുന്നു? ലവ്സ് പ്ലേയിങ് ക്രിക്കറ്റ്. അവന് ക്രിക്കറ്റ് കളിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. പിന്നെ ഹംബിൾ ആൻഡ് മോഡസ്റ്റ്, നല്ല വിനയാന്യതനും എളിമയുള്ളൊരു കുട്ടിയായിരുന്നു. അംബീഷ്യസ് ആയിരുന്നു. ഹാർഡ് വർക്കിംഗ്, ലൈക്സ് ടു മേക്ക് ഫ്രണ്ട്സ്, റെഡി ടു ഫേസ് ചലഞ്ചസ് ഫേസ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുള്ള ആളായിരുന്നു. ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. ഫ്രണ്ട്സിനെ അല്ലേ, ഫ്രണ്ട്സിനെയൊക്കെ അവൻ നല്ലപോലെ കൈകാര്യം ചെയ്തു പോന്നിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് അവൻ്റെ ക്യാരക്ടറിനെ കുറിച്ചുള്ള ഹിൻസുകൾ തന്നിട്ടുള്ളത്. ഇതെല്ലാം ചേർത്തിട്ട് ഇതെല്ലാം കൂട്ടി നിങ്ങൾ രഞ്ജിയെക്കുറിച്ച് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? രഞ്ജി ഈസ് എ സ്പിരിറ്റഡ് ആൻഡ് എന്തൂസിയാസ്റ്റിക് യങ് ബോയ് ഹു ഹാസ് എ ഡീപ്പ് പാഷൻ ഫോർ പ്ലേയിങ് ക്രിക്കറ്റ്. രഞ്ജി എന്ന് പറയുന്നത് നല്ല സ്പിരിറ്റഡ് ആയിട്ടുള്ള എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ക്രിക്കറ്റ് കളിയോട് വളരെയധികം ഇഷ്ടമുള്ള ഒരു വ്യക്തി ആയിരുന്നു. ഹി ഓൾവേസ് ഡെമോൺസ്ട്രേറ്റ് ഹിസ് സൂപ്പർ സ്കിൽസ് ആൻഡ് ഡിറ്റർമിനേഷൻ ഓൺ ദ ഫീൽഡ്. അവൻ എപ്പോഴും അവൻ്റെ ക്രിക്കറ്റിൻ്റെ ഫീൽഡിൽ അവൻ എപ്പോഴും അവൻ്റെ ഡിറ്റർമിനേഷൻ സ്കിൽസൊക്കെ അവൻ ചെയ്തുകൊണ്ട് ഇരുന്നു. ഡിസ്പൈറ്റ് ഹിസ് ടാലൻറ്റ്, അവൻ ഈ ടാലൻ്റ് ഒക്കെ ഉണ്ടെങ്കിലും ഹി റിമൈൻ ഹംബിൾ ആൻഡ് മോഡസ്റ്റ്. അവൻ നല്ല ഹംബിളും മോഡസ്റ്റും ഇതിന് എളിമയുള്ളവനൊക്കെ ആയിരുന്നു. ഹി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് സക്സസ് കംസ് ഫ്രം ഹാർഡ് വർക്ക് ആൻഡ് ഹി ഓൾവേസ് വില്ലിങ് ടു പുട്ട് ഇൻ ദ റൈറ്റ് എഫേർട്ട് ടു ഇംപ്രൂവ്. അവനെ അറിയാം സക്സസ് വേണമെങ്കിൽ നമ്മൾ എന്തായിട്ടും എന്ത് വേണം? ഹാർഡ് വർക്കിലൂടെ സക്സസ് നേടാൻ പറ്റുള്ളൂ. അപ്പോൾ അവൻ എപ്പോഴും ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള എഫേർട്ട് ഇങ്ങനെ എടുക്കാനായിട്ട് അവൻ തയ്യാറായിരുന്നു. ഹി ഓൾസോ ഫ്രണ്ട്ലി ആൻഡ് സോഷ്യബിൾ പേഴ്സൺ ഹു എൻജോയ്സ് മേക്കിംഗ് ഫ്രണ്ട്സ്. അവൻ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള സോഷ്യബിൾ ആയിട്ടുള്ള അല്ലേ, എല്ലാവരുമായിട്ട് കൂട്ടുകൂടുന്ന ഫ്രണ്ട്സിൻ്റെ കൂടെ എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയായിരുന്നു അവൻ. ഹി വാല്യൂസ് ടീം വർക്ക്. അവൻ ടീം വർക്കിന് വലിയ മൂല്യം കൽപ്പിച്ചിരുന്നു അല്ലേ. ഹി ഈസ് നോട്ട് അഫ്രൈഡ് ടു ഫേസ് ചലഞ്ചസ് ഒന്നും ഫേസ് ചെയ്യാനുള്ള പേടിയൊന്നും അവനുണ്ടായിരുന്നില്ല. ഹി ടാക്ലെസ് ഒബ്സ്റ്റക്കിൾസ് വിത്ത് കറേജ് ആൻഡ് എ സ്മൈൽ. എല്ലാ തടസ്സങ്ങളെയും ഒബ്സ്റ്റക്കിൾസ് എന്ന് വെച്ചാൽ എന്താ? തടസ്സങ്ങൾ അല്ലേ. എല്ലാ തടസ്സങ്ങളെയും അവനൊരു പുഞ്ചിരിയോടുകൂടി എന്ത് ചെയ്യും? നേരിടുമായിരുന്നു. ഹി ഈസ് ആൻ ഇൻസ്പയറിംഗ് ക്യാരക്ടർ. അവൻ ഇൻസ്പയറിംഗ് ക്യാരക്ടറാണ്. ഹി ഷോസ് ദ വിത്ത് ഹാർഡ് വർക്ക് ആൻഡ് ഫ്രണ്ട്ലി സ്പിരിറ്റ് വൺ ക്യാൻ അച്ചീവ് വൺസ് ഡ്രീം. അവന് ഹാർഡ് വർക്ക്, എപ്പോഴും ഹാർഡ് വർക്കും ഫ്രണ്ട്ലി സ്പിരിറ്റും ആണ് എന്ത് ചെയ്യുന്നത്? ഒരാളുടെ ഡ്രീം അച്ചീവ് ചെയ്യാനായിട്ട് അവനെ ഹെൽപ്പ് ചെയ്യുമെന്നൊക്കെ അവന് അറിയാം. അതുകൊണ്ട് അവൻ എപ്പോഴും അക്കാര്യത്തിലൊക്കെ ഒരു മുൻതൂക്കം കൊടുത്ത് നല്ല മിടുക്കനായിട്ടായിരുന്നു അവനുണ്ടായിരുന്നത്. അവൻ നല്ലൊരു ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു. അതൊക്കെ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾ ഈ ക്യാരക്ടർ സ്കെച്ച് എഴുതേണ്ടത്. ആക്ടിവിറ്റി 6 ഒരു അഡ്വർടൈസ്മെൻ്റ്, ഒരു പരസ്യം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇമാജിൻ ദാറ്റ് യു ഹാവ് ടു സെൽ യുവർ ഓൾഡ് ലാപ്ടോപ്പ്. നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ ലാപ്ടോപ്പ് വിൽക്കണം. പ്രിപ്പയർ ആൻ അഡ്വർടൈസ്മെൻറ്റ് ഫോർ എ ന്യൂസ് പേപ്പറിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ്, ഒരു പരസ്യം കൊടുക്കുക. യൂസ് ദീസ് ഡീറ്റെയിൽസ് ബിലോ. താഴെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അത് വച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു പത്രപരസ്യം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് അതിനകത്ത് സ്പെസിഫൈ ചെയ്യേണ്ടത്? ഡെൽ ഇൻസ്പയോൺ 2018 മോഡൽ, അതായത് ലാപ്ടോപ്പിൻ്റെ മോഡൽ ഏതാണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ അതിന് എത്ര GB റാം ഉണ്ട്, എത്ര എന്തൊക്കെ കാര്യങ്ങൾ, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെ എന്നൊക്കെയാണ് ഈ തന്നിരിക്കുന്നത്. ഇതെല്ലാം നിങ്ങളൊരു പിക്ചർ, ആദ്യം ഒരു കോളം വരയ്ക്കുക. എന്നിട്ട് ഒരു ലാപ്ടോപ്പിൻ്റെ പിക്ചർ വരയ്ക്കുക. പിന്നെ നിങ്ങൾക്ക് ഹെഡിങ് ആയിട്ട് തന്നെ ഇത് തന്നെ കൊടുക്കാം. ഡെൽ ഇൻസ്പയൺ 15 ലാപ്ടോപ്പ് ഫോർ സെയിൽ, വിൽക്കാനുണ്ട് എന്ന് പറഞ്ഞ് ഡയറക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് കൊടുക്കാം. ഈ പേര് തന്നെ നിങ്ങൾക്ക് ഹെഡിങ് ആയിട്ട് കൊടുക്കാം. ഫോർ സെയിൽ, വിൽപ്പനയ്ക്ക്
എന്ന് പറഞ്ഞിട്ട് ലാപ്ടോപ്പിൻ്റെ ഒരു പടമൊക്കെ വരച്ചിട്ട് ബാക്കി ഇതിലുള്ളത് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണ് ഇതിനകത്ത് തന്നിരിക്കുന്നത് അതൊക്കെ അങ്ങനെ തന്നെ എടുത്ത് എഴുതിയാൽ മതി. എന്താണ് ഐ വുഡ് ലൈക്ക് ടു സെൽ മൈ ഡെൽ ഇൻസ്പയർ 15 ലാപ്ടോപ്പ് 2018 മോഡൽ. ഇറ്റ് ഹാസ് ആൻ ഇൻറ്റൽ i5 പ്രോസസ്സർ 8 GB റാം. ബാക്കിയെല്ലാം ഇതിൽ തന്നിട്ടുണ്ട് അല്ലേ, അത് അങ്ങനെ തന്നെ എടുത്ത് എഴുതുക. ആൻഡ് 256 GB SSD. This laptop is ideal for schoolwork, streaming and light gaming. It is a lightweight and portable, making it is easy to carry around. The long battery life is perfected for use on the go. The laptop comes with a character and protective case. If you are interested, please contact me. മെയിലിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഫോൺ നമ്പർ ഒന്നും നിങ്ങൾ കൊടുക്കരുത്, നമ്പറൊക്കെ അല്ലെങ്കിൽ ABCDEFG എന്നൊക്കെ കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളെന്താണ് ഇങ്ങനെ ഒരു കോളം വരച്ചിട്ട് ഇതിൽ തന്നിരിക്കുന്ന നിങ്ങൾക്ക് ഹിൻ്റായിട്ട് തന്നിരിക്കുന്ന സാധനങ്ങൾ തന്നെ നിങ്ങൾ എഴുതിയാൽ മതി. അതൊന്ന് ഇത്തിരി വിശദീകരിച്ച് എഴുതണമെന്ന് മാത്രം. ഹെഡിങ് ആദ്യം തന്നെ നമുക്ക് ഹെഡിങ് കൊടുക്കണം. ഫോർ സെയിലിന് വേണ്ടിയിട്ടെന്നുള്ളത് ഇതിൻ്റെ പേരെഴുതി ഫോർ സെയിലിന് കൊടുത്താൽ മതി. അപ്പോൾ അതെന്തായി, ഒരു അഡ്വർടൈസ്മെൻ്റായി, പത്രത്തിൽ കൊടുക്കാനുള്ള ഒരു പരസ്യമായിട്ട് മാറി. ഇനി ആക്ടിവിറ്റി 7 എഡിറ്റിംഗ് ആണ്. റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് എഡിറ്റ് ദ വേർഡ്സ് അണ്ടർലൈൻ. എന്താണ് താഴെ കുറച്ച് വേർഡ്സ് നൽകിയിട്ടുണ്ട്, അതിൽ അണ്ടർലൈൻ ചെയ്ത് അത് ABCD ഇട്ട് തന്നിട്ടുണ്ട് അല്ലേ. ആ ABCD ഇട്ട് തന്നിരിക്കുന്നതിനെയൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നതിനെയൊക്കെ കറക്റ്റ് വേർഡ്സ് മിസ്റ്റേക്ക് എന്താണെന്ന് നോക്കിയിട്ട് അത് തിരുത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ടു ദ ഏജ് ഓഫ് 7 എന്നാണ്. ടു ദ ഏജ് ഓഫ് 7 അല്ല, എന്താണ് ബൈ ദ ഏജ് ഓഫ് 7. ബൈ എന്നാണ് അവിടെ വരേണ്ടത്, ഒരിക്കലും 2 വരില്ല. ബൈ ദ ഏജ് ഓഫ് 7. ഉഷയിൽ എന്താണ് തെറ്റ്, ഉഷയിൽ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആണ്, അവിടെ എന്താ വരുള്ളൂ, അല്ല സ്മോൾ ലെറ്റർ ആണ് തന്നിരിക്കുന്നത്, നമ്മൾ എന്ത് ചെയ്യണം ക്യാപിറ്റൽ ലെറ്റർ എഴുതാം. ഉഷ വാസ് വർക്ക് എന്നാണ് തന്നിരിക്കുന്നത്, വർക്കിംഗ് ചെയ്യുകയായിരുന്നു അല്ലേ, വർക്കിംഗ് വിത്ത് ഹെർ മദർ ആസ് എ മാനുവൽ സ്കാവഞ്ചർ. ദാറ്റ് വാസ് ദ ഏജ് വെൻ മെനി ചിൽഡ്രൻ ഓഫ് ദ വില്ലേജ് വാസ് എന്നാണ് തന്നിരിക്കുന്നത്. വില്ലേജ് വാസ് അല്ല, വില്ലേജ് വെയർ, വില്ലേജ് വെയർ അറ്റ് സ്കൂൾ. ഉഷ വാസ് മാരീഡ് ഓഫ് ആസ് ആൻ ചൈൽഡ്. ഇവിടെ സി ആണ്, അപ്പം പിന്നെ ആൻ അല്ല വേണ്ടത്, എന്ത് ആസ് എ ചൈൽഡ് ബ്രൈഡ് വെൻ ഷീ വാസ് ഓൺലി 10 years ഓൾഡ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇത് എഡിറ്റ് ചെയ്യേണ്ടത്. അപ്പം ഇത്രയൊക്കെയാണ് ഇംഗ്ലീഷിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് നൽകിയിരിക്കുന്നത്. മക്കൾക്ക് വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ആരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ അഗെയിൻ. താങ്ക് യു.